പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. മന്ത്രി പി പ്രസാദ്, കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. വിമാനത്താവളത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം റെനെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. റാഫി കരീം വിവരങ്ങൾ നൽകും. ആശുപത്രിയിൽ നിന്ന് റാഫി, മൃതദേഹം ഇപ്പോൾ അവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ചയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, തീർച്ചയായും വൈകിട്ട് 7:30 മണിയോടുകൂടിയാണ് പ്രത്യേക വിമാനത്തിൽ രാമചന്ദ്രൻ്റെ മൃതദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ആ മൃതദേഹത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി, അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി പ്രസാദും, ഒപ്പം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കുന്ന ഒരു രാഷ്ട്രീയ നിര തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ആയിരക്കണക്കിന് ആളുകളും ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടുകൂടി മൃതദേഹം എറണാകുളത്തെ റിനൈ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇന്ന് രാത്രിയും നാളെ പകലും നാളെ രാത്രിയും എറണാകുളത്തെ റിനൈ മെഡിസിറ്റി ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും ഈ മൃതദേഹം ഉണ്ടാവുക. ഇവിടെ നിന്ന് മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ചെങ്ങമ്പുഴ പാർക്കിലേക്ക് ഈ മൃതദേഹം മാറ്റും. ചെങ്ങമ്പുഴ പാർക്കിൽ 7 മണി മുതൽ 9 മണി വരെയാണ് പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നീട് 9 മണിയോടുകൂടി മൃതദേഹം ഇടപ്പള്ളിയിലെ വസതിയിലെത്തിക്കും. തുടർന്ന് 12:40 ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ രീതിയിലാണ് ക്രമീകരണങ്ങളുള്ളത്. അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒപ്പം തന്നെ മറ്റു ബന്ധുക്കളും എത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാലതാമസമുള്ളത്. സംസ്കാര ചടങ്ങുകൾക്ക് വെള്ളിയാഴ്ചയാണ് ഇവരെല്ലാം തന്നെ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചപ്പോൾ കെ സുധാകരൻ, KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ അവിടെയും എത്തിയിരുന്നു. ഇന്നും നാളെയും ഈ മൃതദേഹം അവിടെയാണ് തുടരുക. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം അത് അറിയിക്കാം എന്നുള്ളതാണ് നിലവിൽ ജില്ലാ കളക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ജനക്കൂട്ടം ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള ആളുകളും ഈ വിമാനത്താവളത്തിൽ വെച്ച് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. മറ്റ് ചടങ്ങുകളുടെ കാര്യങ്ങൾ അത് വെള്ളിയാഴ്ചയാണ് ഉണ്ടാവുക. കൊച്ചുമക്കളോടും ഒപ്പം തന്നെ മകളോടുമൊപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ രാമചന്ദ്രൻ നായർ കാശ്മീരിലേക്ക് എത്തിയത്. കാശ്മീരിൽ എത്തിയതിനു ശേഷം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പഹൽഗാമിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടേക്ക് എത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാവുകയും അതിൻ്റെ ഇരയായി അതിൽ വെടിയേറ്റ് വാങ്ങിക്കൊണ്ട് അദ്ദേഹം മരിക്കുന്നതും. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നതും അദ്ദേഹം മരിക്കുകയും ചെയ്തത്. വലിയ സുഹൃത്ത് ബന്ധമൊക്കെയുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വിമാനത്താവളത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ആ ചെറിയ സമയത്തിനുള്ളിൽ എത്തിയത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. അതിനു മുമ്പ് പൊതുദർശനം ഉണ്ടാകും. ഇപ്പോൾ റിനൈ മെഡിസിറ്റിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.